നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സും അവരുടെ ഉദ്ദേശവും എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കും. അതാണ് ഈ കാർഡ്സ് 1, 2, 3. പിന്നെ ആ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും. പിന്നെ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണലുള്ള ഫീലിങ്സ് എന്താണ്, പിന്നെ അവരുടെ ഉദ്ദേശം, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കും. പിന്നെ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിന് വേണ്ടി അവർ എന്ത് ആക്ഷനാണ് എടുക്കുക, ഇതും കൂടെ നമ്മൾ നോക്കും. അപ്പോൾ 1, 2, 3 ഇതിലേത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. റെസനേറ്റ് ചെയ്താൽ തന്നെ ഈ ഒരു റീഡിംഗ് അനുസരിച്ച് നിങ്ങൾ ഡിസിഷൻ ഒന്നും എടുക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം. 1, 2, 3 നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. നമുക്ക് രണ്ടാമത്തെ കാർഡ് മാറ്റി വെച്ചു, മൂന്നാമത്തെ കാർഡും മാറ്റി വെച്ചു. നമുക്ക് ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഓറക്കിൾ മെസ്സേജ്, ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് ഭഗവാനെ? നല്ലൊരു മഴ വരുന്നുണ്ട് ഭഗവാനെ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് ഭഗവാനെ? ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് ഭഗവാനെ? ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് ഭഗവാനെ? ഓം നമഃ ശിവായ, നമഃ ശിവായ, നമഃ ശിവായ, ഓം 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 നമഃ ശിവായ ഭഗവാനെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരു കാർഡ് വന്നിട്ടുണ്ട്, വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കുറേ നാളുകളായിട്ട് നിങ്ങൾ തടഞ്ഞു വച്ചിരുന്ന ഒരു ജീവിത വ്യത്യാസം, ചേഞ്ചാണത്. അത് വ്യത്യാസം, ആ ഒരു വ്യത്യാസം നിങ്ങളുടെ അല്ലെങ്കിൽ വ്യത്യാസം എന്നാണ് പറയുന്നതിന്, ചേഞ്ചിന് പറയുന്നത് ജീവിതത്തിലൊരു മാറ്റം. യെസ്, ആ വേർഡാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾ ആ മാറ്റത്തിനെ നിങ്ങൾ തടഞ്ഞു നിർത്താൻ നോക്കി, പക്ഷെ അത് നിങ്ങളെ കൊണ്ട് തടഞ്ഞാലും നിൽക്കുന്ന മാറ്റമല്ല. ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നേ തീരുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഓക്കെ, ഈ പേഴ്സണ് സ്നേഹമൊന്നുമില്ല, സ്നേഹത്തിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായ സ്നേഹമാണ്. അത് ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാളാണിത്. പക്ഷേ ഇപ്പോൾ പേഴ്സണ് സ്വാർത്ഥമായ, ഇപ്പം സ്നേഹമാണെന്ന് പറഞ്ഞാൽ പോലും അതിൽ ഭയങ്കര അധികം സ്വാർത്ഥതയുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. നമുക്കിതെങ്ങനെയാണ് ഈ പേഴ്സൺ ഇങ്ങനെ ആയി മാറിയത്? ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. എല്ലാ സ്നേഹവും നിസ്വാർത്ഥമാണെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതാണ്, അത് സത്യമാവണമെന്നില്ല. എന്തായാലും ഈ പേഴ്സൺ നിസ്വാർത്ഥ സ്നേഹം ചെയ്യാൻ പറ്റാത്ത ഒരു എനർജി ആണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഇപ്പോൾ ഈ പേഴ്സന്റെ എനർജി ഇങ്ങനെയായിരിക്കും, നേരത്തെ നല്ലതായിരുന്നിരിക്കാം, അറിയില്ല. അനുഭവങ്ങൾ കൊണ്ട് ഇങ്ങനെ ആയി മാറിയതും ആവാം. ലവേഴ്സ് ഉണ്ട്, ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു 9 ഓഫ് പെന്റക്കിൾസ് കാണിക്കും. 9 ഓഫ് പെന്റക്കിൾസ് ഒരു എംപ്രസ് എനർജിയാണ്. പക്ഷെ അത് റിവേഴ്സ് വരുമ്പോൾ ചൂഷണം ചെയ്യുന്ന ഒരു എനർജി ആയിട്ട്, അത് അപ്രൈറ്റ് 9 ഓഫ് പെന്റക്കിൾസ് നേരെ വരികയാണെങ്കിൽ ആ കാർഡ് പറയുന്നത് ആ എനർജി എന്താണോ ആ എനർജി സ്വന്തം കാര്യം സ്വയം ചെയ്യുന്ന വളരെയധികം പണമുള്ള ഒരു എനർജിയാണ്, എന്നാൽ അധികം പ്രായമില്ലാത്ത ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് റിവേഴ്സ് വന്നപ്പോൾ അതിനർത്ഥം ഞാൻ കാർഡ് ഒന്ന് അടച്ചിട്ടെ, വിൻഡോ ഒന്ന് അടച്ചിട്ടെ.
മഴയുടെ സൗണ്ട് ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ എല്ലാം കൂടെ ഒരു പ്രശ്നമാവും. അപ്പോൾ ഈ കാർഡ് ഇവിടെ റിവേഴ്സ് വന്നേക്കുന്നത് കൊണ്ട്, 9 ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് വന്നേക്കുന്നുണ്ട്, അതിനർത്ഥം ഇത് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു എനർജി ആണെന്നാണ്. അപ്പൊ ഈ പേഴ്സണൽ ലൈഫിൽ അങ്ങനത്തെ ഒരു എനർജി വന്നത് കൊണ്ടാണ് ഈ പേഴ്സൺ ലവേഴ്സ് ആണ്, മനസ്സിലായി, ഭയങ്കര സ്നേഹമാണ്, ഭയങ്കരമായ വിശ്വാസമാണ്, സോൾമേറ്റ് കണക്ഷൻ ആണ്. പക്ഷേ ആ എനർജി ഇപ്പൊ മാറി മറിഞ്ഞു. അപ്പൊ ഈ സോൾമേറ്റ് കണക്ഷനോടുള്ള ഈ പേഴ്സന്റെ സ്നേഹം കുറഞ്ഞു എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? ആ പേഴ്സൺ കൂടുതലും പണത്തിനോട് അട്രാക്ഷൻ ഉള്ള ഒരു എനർജിയാണ്, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഒരു എനർജി ആയതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ജെമിനായി സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സന്റെ, നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? കുറേ കാർഡ്സ് ഇതിൽ റിവേഴ്സ് ആയിരുന്നു, അതാണ് ഞാൻ തിരിച്ചത്. ഭഗവാനെ, നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നോക്കാം. ഭഗവാനെ, നമഃശിവായ. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നോക്കാം. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഭഗവാനെ? ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ. ഈ പേഴ്സൺ ഡിസിഷൻ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു എനർജിയാണ്. എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടതെന്ന് അറിയില്ല ഈ പേഴ്സണ്. ഇൻഡിസൈസീവ് ആണ്, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്തോ ഒരു കാര്യത്തിൽ. ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ തേർഡ് പാർട്ടിയുടെ കാര്യത്തിലാണ് തീരുമാനം. തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യണോ നിങ്ങളെ ചൂസ് ചെയ്യണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കണോ, ആ പേഴ്സൺ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കണമോ എന്ന ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ആ ഒരു സിറ്റുവേഷനിൽ. അപ്പൊ സ്ട്രോങ് ആയിട്ടൊരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സന്റെ ജീവിതത്തിലുണ്ട്. വളരെ മാനിപ്പുലേറ്റീവ് ആയ, പറ്റിക്കുന്ന ഒരു തേർഡ് പാർട്ടിയും കൂടിയാണത്. ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ. ഈ തേർഡ് പാർട്ടിയിൽ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ജെമിനായി സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്? നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് കയറാനായിട്ട് അവിടെ ഒരു ഹോപ്പ് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് പറ്റിക്കുന്നുണ്ട്. പക്ഷെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ തിരിച്ചറിയാനുള്ള കഴിവില്ല. നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ, തേർഡ് പാർട്ടിക്ക് ഒരു ഓഫർ കൊടുക്കാനും തേർഡ് പാർട്ടിയുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങാനും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകും, ഈ പേഴ്സണ് ഇവിടെ സന്തോഷം ലഭിക്കും എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. കോൺഫിഡൻസ് ഇല്ല, വളരെ മാനിപ്പുലേറ്റീവ് ആണ് തേർഡ് പാർട്ടി. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് അതുകൊണ്ട് തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ ആ പേഴ്സന്റെ സിറ്റുവേഷൻ പറയുന്നുണ്ടെങ്കിലും ഈ പേഴ്സന്റെ നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ അവരുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങാം എന്നാണ് ഈ പേഴ്സന്റെ ഒരു ഫീലിങ്സ്. മനസ്സിലായോ? കാരണം ഇവര് ചിലപ്പോ വളരെ ഫേമസ് ആയ ഒരു എനർജി ആയിരിക്കാം. അപ്പോ വളരെ ഫേമസ് ആയ ഒരു എനർജി നോർമലായ, അത്ര വലിയ ഫേമസ് അല്ലാത്ത ഒരാൾക്ക് അവരുടെ ശ്രദ്ധ കൊടുക്കുമ്പോൾ ഈ സാധാരണക്കാരനായ ഒരാൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരിയായ ഒരാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻസും ഒരു സന്തോഷവും ഒക്കെ വരും. ആ ഒരു സിറ്റുവേഷനിലാണ് ഈ തേർഡ് പാർട്ടി കുറച്ച് ഫേമസ് ആയ എനർജി ആവാൻ വഴിയുണ്ട്. സ്റ്റാറാണ്. അപ്പോൾ അങ്ങനത്തെ അപ്പോൾ ഇവർക്ക് ഓഫർ കൊടുക്കണം എന്നാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഫീലിങ്സ് ഇപ്പോൾ, കേട്ടോ. അക്വേറിയസും ജെമിനായി ആണ് സ്ട്രോങ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയെ കൊണ്ട് നിങ്ങളുടെ പേഴ്സണുള്ള ഉദ്ദേശം എന്താണ്? തേർഡ് പാർട്ടിയെ കൊണ്ട് നിങ്ങളുടെ പേഴ്സന്റെ ഉദ്ദേശം വളരെ പ്ലാനിങ്. ഇതൊരു പുതിയ സിറ്റുവേഷൻ ആണ്. ചിലപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം. മനസ്സിലായോ? അപ്പോൾ ആ തേർഡ് പാർട്ടി ഒരു പുതിയ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് ഇവര് തമ്മില്. തേർഡ് പാർട്ടിയുമായിട്ട് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം തേർഡ് പാർട്ടിക്ക് ഇഷ്ടംപോലെ പണമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. അത്ര ഫോക്കസ്ഡ് ആയ ഒരാളല്ല, ഒരു ഇൻസെക്യൂർഡ് ആയ ഒരാളാണ്. അതുപോലെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരു എനർജിയാണ്. അപ്പൊ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരു എനർജിക്ക് സുപ്പീരിയോറിറ്റി തോന്നുന്ന ഒരാളിൽ നിന്ന് അറ്റൻഷൻ കിട്ടുമ്പോൾ ഈ പേഴ്സൺ അതിന്റെ പുറകെ പോകാൻ നോക്കും. മനസ്സിലാവുണ്ടോ?
അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു പ്ലാനിങ്ങിലാണ്, ഡിസിഷൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു, പ്ലാനിങ്ങിലാണ്, വളരെ അധികം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇത് എടുക്കണോ, ഇത് വേണ്ടയോ, ഇത് വേണോ, ഇത് ശരിയാകുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇതുകൊണ്ടുള്ള ഫ്യൂച്ചർ. പക്ഷെ ഏറ്റവും കൂടുതൽ പേഴ്സണെ അട്രാക്ട് ചെയ്യുന്നത് ഇഷ്ടംപോലെ പണമുണ്ട് തേർഡ് പാർട്ടിയുടെ അടുത്ത്, മനസ്സിലായോ? പക്ഷെ തേർഡ് പാർട്ടി അത് ഈ പേഴ്സണുമായിട്ട് ഷെയർ ചെയ്യണമെന്നില്ല, അല്ലേ? അപ്പോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇവിടെ വരുന്നുണ്ട് ഈ പേഴ്സണ്. അപ്പൊ ഈ പേഴ്സണിന്റെ അടുത്ത് നേരത്തെ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിരിക്കും ഈ പേഴ്സണെ പറ്റിച്ച, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള എനർജി, ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ചൂഷണം ചെയ്യുന്ന ഒരു എനർജി ആയിട്ടായിരിക്കാം. എന്തായാലും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഈ പേഴ്സൺ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ പണം കണ്ടിട്ടാണ്, വളരെയധികം പണമുള്ള ഒരാളാണ് തേർഡ് പാർട്ടി, വളരെ സപ്പോർട്ടീവായ ഒരാളാണ്, മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, സ്ത്രീ ആയാലും പുരുഷനായാലും. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതിനെല്ലാം യെസ് മൂളുന്നല്ല, നമ്മൾ പറയുന്നതൊക്കെ, നമ്മൾ ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ, നമ്മൾ ഭാര്യയോടോ ഭർത്താവിനോട് പറയുമ്പോൾ അവർക്ക് കേൾക്കാൻ സൗകര്യം ഉണ്ടാവില്ല, അവരോട് പോണെന്ന്, വേറെ പണിയില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകും. പക്ഷേ വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി എന്ത് ചെയ്യും, അവര് ഒരു ബിസിനസ് മൈൻഡുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അവര് നോക്കുമ്പോൾ അവരുടെ മുമ്പിലുള്ള എല്ലാവരും, അവരുടെ മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കൊളീഗ്സ് ആണെങ്കിലും എല്ലാവരും അവരുടെ ഫ്യൂച്ചർ കസ്റ്റമർ ആണ്, മനസ്സിലായോ? അങ്ങനെയുള്ള മൈൻഡുള്ളവർ ഒരിക്കലും ആരെയും എന്താ പറയുക വെറും കൈയോടെ വിടില്ല എന്ന് പറയുന്നത് വെച്ചാൽ അവർ പറയുന്നത് എല്ലാം ശരിക്കും കേൾക്കും. അവര് സഹായിക്കുമോ എന്നുള്ളത് സെക്കൻഡറി ആണ്. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ മനസ്സുള്ള ഒരാളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതാണ് ഈ തേർഡ് പാർട്ടി. ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്, ഇഷ്ടംപോലെ പൈസ ഉള്ള ആളാണ്, നിങ്ങളുടെ പേഴ്സൺ പറയുന്ന എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങളെല്ലാം ഈ പേഴ്സൺ തേർഡ് പാർട്ടി കേൾക്കുന്നുണ്ട്. അപ്പൊ തൽക്കാലത്തേക്ക് പക്ഷെ ഫ്യൂച്ചറിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ സ്വഭാവം കൊണ്ട് തന്നെ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കും. കാരണം ഈ തേർഡ് പാർട്ടി ഡിപ്ലോമാറ്റിക് ആണ്, ആത്മാർത്ഥത ഇല്ലാത്തൊരു തേർഡ് പാർട്ടിയാണ്. അവർക്ക് തോന്നുന്ന പോലെയാണ്, പെണ്ണായാലും ആണായാലും അവർക്ക് തോന്നുന്ന പോലെയാണ് അവർ മറ്റുള്ളവരുടെ ജീവിതം പന്താടുക. അതൊരു ഇതാണ് അവരുടെ സ്വഭാവമാണത്. നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലായിട്ടില്ല. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ വളരെ ഉത്സുകനായിട്ട് അല്ലെങ്കിൽ ഉത്സുകയായിട്ട് ഇരിക്കുകയാണ്, വളരെ റെസ്റ്റ്ലെസ് ആണ് ഒരു കാര്യം കൊണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിന് വേണ്ടി ഇനി എടുക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്? കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യാൻ പോവുക നിങ്ങളുടെ പേഴ്സൺ. അപ്പൊ തേർഡ് പാർട്ടിയോട് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇപ്പം ഭയങ്കര പൈസ ചെലവാക്കുന്ന ആളായിരിക്കാം, പലരുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള ആളായിരിക്കാം. അപ്പൊ തേർഡ് പാർട്ടി ഈ പേഴ്സണെ പറഞ്ഞ് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് വേണ്ടി മാറാൻ, ആ പേഴ്സന്റെ സ്വഭാവം ഇപ്പൊ എങ്ങനെയാണോ സ്വഭാവം, ആ സ്വഭാവം മാറ്റാനുള്ള തത്രപ്പാടിലാണ്, മനസ്സിലായോ? കംപ്ലീറ്റ് ആയിട്ട് തേർഡ് പാർട്ടിയുടെ മുമ്പിൽ സറണ്ടർ ചെയ്യാൻ പോവാണ് ഈ പേഴ്സൺ. പൈസസ് സോഡിയാക് സൈൻ ആണ്. അപ്പോ തെറ്റിദ്ധരിക്കപ്പെടുന്നല്ല, എല്ലാം തെറ്റിദ്ധരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. മറ്റൊരാളുടെ മുമ്പിൽ സ്വന്തം ജീവിതം അടിയറ വെക്കുക, ആ പേഴ്സൺ അടിമയായി മാറുക എന്ന് പറയുമ്പോൾ അതിൽ പരം ഒരു മണ്ടത്തരം വേറെ ഇല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു എനർജിയുടെ മുമ്പിൽ എന്താ പറയാ അടിയറ വെക്കുക, സ്വന്തം ജീവിതം അടിയറ വെക്കുക എന്ന് പറയുമ്പോൾ ഇത്തിരി മണ്ടത്തരമുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പൊ ഈ പേഴ്സൺ അടിമുടി മാറാൻ പോവുകയാണ് തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട്. അതാണ് തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പുമായിട്ടുള്ള അതിലുള്ള നെക്സ്റ്റ് ആക്ഷൻ നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ പോകുന്നത്. ആ തേർഡ് പാർട്ടി പറയുന്നത് പോലെ കംപ്ലീറ്റ് ആയിട്ട് ജീവിക്കാൻ തീരുമാനിക്കുകയാണ് പേഴ്സൺ. അതാണ് നിങ്ങളുടെ പേഴ്സന്റെ അടുത്ത തീരുമാനം എടുക്കാൻ പോകുന്നത്. അവര് സ്റ്റാർ ആണ്, ഈ പേഴ്സണെ നന്നായിട്ട് അഡ്വൈസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ പേഴ്സൺ അവിടെ ഒരു സ്നേഹത്തിന്റെ ഒരു സൈഡിലേക്ക് പോകുന്നുണ്ട്, മനസ്സിലാണോ? ഭയങ്കര അഗാധമായ പ്രണയത്തിലേക്കാണ് ഈ പേഴ്സൺ പോകുന്നത്. അത് പണിയാവും പേഴ്സണ്. കാരണം തേർഡ് പാർട്ടിക്ക് ഈ പേഴ്സണോട് അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നുമില്ല. തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ സഹതാപമായിരിക്കാം, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, അവർ പറയുന്ന കേൾക്കുക എന്നുള്ളത് ഈ പേഴ്സന്റെ ഒരു വാസനയാണ്, സ്വഭാവമാണ്. അതിനപ്പുറത്തേക്ക് തേർഡ് പാർട്ടി പോകുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ പണി കിട്ടും. സ്പൈസീസ് വേറെ ഇങ്ങനെ അന്ധമായിട്ട് ഓരോരുത്തരുടെ പുറകെ നടന്നാലേ പണിയാണ്. അക്വേറിയസ്, ജെമിനായി, പിന്നെയും ജെമിനായി ആണ് വന്നിട്ടുള്ള ഇവിടെ. സ്ട്രോങ് ആയിട്ട് ജെമിനായി വന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്.
ഇത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ്. നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഓം നമഃ ശിവായ. ഒരു ഷഫ്ലും കൂടെ നമുക്ക് ചെയ്യാം. ഭഗവാനെ, 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 ഭഗവാനെ. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഭഗവാനെ. ഓക്കെ, ഇത്രയും കാർഡ്സ് ഞാനത് എടുക്കുകയാണ്. ഭഗവാനെ. ഒന്നാമത്തെ കാർഡ് പറയുന്നത് ഡിവൈൻ ഇൻ്റർവെൻഷൻ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ കാർഡ് പറയുന്നത് ഈ ഗംഗ, ആകാശത്തുനിന്ന് ഗംഗ താഴത്തെ ആകാശഗംഗ എന്ന് പറയില്ലേ, ഗംഗ ഭൂമിയിലേക്ക് വരാൻ പോകുമ്പോൾ ഗംഗ ഭയങ്കര സ്ട്രോങ് ആണ്. ഗംഗാ നദി അടിച്ച് പൊളിച്ചാണ് ഗംഗ ആർത്തുല്ലസിച്ച് നടക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഭൂമിയിലേക്ക് വരുമ്പോൾ ആ ഒരു എനർജി ഭൂമിയിൽ വരും, ഭൂമി തകർന്നു പോകും, കുറേ വെള്ളപ്പൊക്കം ഉണ്ടാവും, ഭയങ്കര നാശനഷ്ടം ഉണ്ടാവും. അപ്പോൾ ഗംഗയ്ക്ക് ഭൂമിയിലേക്ക് വരാനായിട്ട് എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു വഴി വേണമല്ലോ ഗംഗയുടെ ആ ശക്തി കുറയ്ക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ശിവഭഗവാൻ പറയും ഗംഗയോട് ജടയിലേക്ക് ഇറങ്ങിക്കോളാൻ പറയും. ആ ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വെള്ളച്ചാട്ടം കണ്ടില്ല, ഭയങ്കര ഫോഴ്സ് അല്ല, ഇപ്പോൾ മുകളിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഒരു 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 സാധ്യമാക്കിയെടുക്കുക, അതിനാണ് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ ഹാർനസ് ദ പവർ ബൈ രുദ്ര മന്ത്ര എന്ന് വെച്ചാൽ രുദ്രമന്ത്രം നിങ്ങൾ വിചാരിക്കുന്ന കാര്യം. ഇത് രണ്ട് കാർഡും ഒന്ന് തന്നെ പറയുന്നത് ദൈവത്തിൻ്റെത്. അപ്പോൾ രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. തസ്ബി, മുസ്ലിംസ് തസ്ബി ആണ് എടുക്കുക, കൊന്ത ജപിക്കും ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ രുദ്രാക്ഷം മാല ജപിക്കും. അതൊക്കെ ഓരോ കണക്കുകളുണ്ട്. അപ്പോൾ അത് ജപിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഹെൽപ്പിംഗ് ഹാൻഡ്, നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അയാളിൽ നിന്ന് നേരിട്ട് ഞാനൊരു 10 രൂപ കൊടുത്താൽ തിരിച്ച് എനിക്ക് 20 രൂപയുടെ പ്രത്യുപകാരം ചെയ്യണമെന്ന് പ്രതീക്ഷിക്കാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾക്കുള്ള അതിൻ്റെ കർമ്മഫലം, നമ്മൾ ചെയ്യുന്നത് കർമ്മമാണ്, അതിൻ്റെ ഫലം ദൈവമായിട്ട് തരും എന്നാണ് പറയുന്നത്. രുദ്രാക്ഷം, ഡീടോക്സിഫിക്കേഷൻ, വളരെ ടോക്സിക് ആയ സിറ്റുവേഷനിലാണ് നിങ്ങളെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡീടോക്സിഫൈ ചെയ്യണം, ക്ലെൻസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹാർമനൈസ് യുവർ 7 ചക്രാസ്. നമ്മളുടെ ബോഡിയിൽ നമുക്ക് അസുഖം വരുന്നത്, നമുക്ക് മാനസിക പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമ്മളുടെ ബോഡി എനർജി ആണല്ലോ. അതുകൊണ്ടാണ് നമുക്ക് കറണ്ട് അടിക്കുന്നത്, ലൈറ്റ്നിങ് ഒക്കെ കറണ്ടൊക്കെ അടിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മളുടെ ചർച്ചിൽ കൂടെയും കറണ്ടാണ് ഓടുന്നത്. കറണ്ട് ആകുമ്പോൾ എനർജിയാണ്, ഓരോ ഫോംസ് ഓഫ് എനർജിയാണ്. അപ്പോൾ ആ എനർജി ബ്ലോക്ക് ആയിട്ട് കിടക്കുക, എനർജി റിലീസ് ആവാതെ വരുമ്പോഴൊക്കെയാണ് നമുക്ക് അസുഖങ്ങൾ വരിക. അപ്പോൾ എനർജി ഫ്ലോ കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ യോഗ വഴിയാണ് ആ ഫ്ലോ കറക്റ്റ് ആക്കുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യണം, ആ ക്ലെൻസിങ് നടക്കണം, എന്നാലേ എല്ലാ സമാധാനവും നമുക്ക് വരുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി വളരെ അക്ഷമനായിട്ടിരിക്കുകയാണ്. അക്ഷമനായിട്ട് എന്തോ ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സൺ കൂടുതൽ സമയം, കൂടുതൽ പൈസ, കൂടുതൽ സ്നേഹം, എന്തൊക്കെയോ കൂടുതൽ എഫേർട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ റിസൾട്ട് കുറവായിരിക്കും, കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും പ്രോഫിറ്റ്, പക്ഷെ പ്രോഫിറ്റ് അത്രയും അങ്ങോട്ട് വന്നിട്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇനീഷ്യൽ സ്റ്റേജിലാണ്, എന്തോ ഒരു കാര്യം അതങ്ങോട്ട് പുരോഗമിച്ചിട്ടില്ല. അപ്പോൾ അത് എപ്പോൾ പുരോഗമിക്കുമെന്ന് വിചാരിച്ച് അക്ഷമയോ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. നമ്മളൊരു റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ നമുക്ക് എപ്പോഴും ആ പേഴ്സണോട് കോൺടാക്ട് ചെയ്യണം, സംസാരിക്കണം, കറങ്ങി നടക്കണം, അല്ലേ, ഭക്ഷണം കഴിക്കണം, സിനിമയ്ക്ക് പോകണം എന്നൊക്കെ ഒരു ചിന്ത വരും. അത് രണ്ട് മാരീഡായ ആളുകൾ തമ്മിലൊരു തേർഡ് പാർട്ടി കണക്ഷൻ വരുമ്പോൾ ഇതൊന്നും പോസിബിൾ ആവില്ല. കാരണം രണ്ടുപേർക്കും ഫാമിലി ഉണ്ട്. അപ്പോൾ ഫോണിൽ സംസാരിക്കുക, വിളിക്കുമ്പോൾ തന്നെ ഫോൺ എടുക്കുക, ഇതൊക്കെ പോസിബിൾ ആവില്ല. അപ്പോഴാണ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. കാരണം എക്സ്പെക്റ്റേഷൻസ് നമ്മൾക്ക് അൺമാരീഡ് ആളുകളിലോടുള്ള അതേ എക്സ്പെക്റ്റേഷൻസ് ആണ് മാരീഡ് റിലേഷൻഷിപ്പിലും നമ്മൾ വെക്കാൻ പോകുന്ന എക്സ്പെക്റ്റേഷൻ, അത് പണിയാവും. അപ്പോൾ ഇവിടെ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്.
തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു റിലീസ് ആയിരിക്കണം, ഒരു സമാധാനമായിരിക്കണം, ഒരു സന്തോഷമായിരിക്കണം. അല്ലെങ്കിൽ അതും ഒരു മാരേജ് പോലെ തന്നെ റെസ്ട്രിക്ഷൻസും കൺട്രോളും ഒക്കെ ആണെങ്കിൽ അതൊരു സുഖമില്ല, അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. 4 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്. ഇവിടെ പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ സ്നേഹം, പണമാണ് കൂടുതൽ കാണിക്കുന്നത്. അപ്പൊ സ്നേഹം എന്ന പേരിൽ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനാണ്, പക്ഷേ അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പണത്തിനാണ്. ഞാനൊരു 10 രൂപ, ഒരാൾ ഒരു 2000 രൂപയുടെ ഒരു ഗിഫ്റ്റ് നമുക്ക് തന്നു. പക്ഷേ അയാൾ പ്രതീക്ഷിക്കുന്നത് അയാളുടെ ബർത്ത്ഡേക്ക് നമ്മളൊരു 5000 രൂപയുടെ ഗിഫ്റ്റ് കൊടുക്കുമെന്നാണ്. അപ്പൊ നമ്മളുടെ മനസ്സ് പോലെ ഇരിക്കും നമ്മൾ എത്ര രൂപയുടെ ഗിഫ്റ്റാണ് കൊടുക്കാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ. എന്താണ് എനിക്ക് വരാൻ പോകുന്നത്? ഞാൻ ഇത്രയും കൊടുത്തിട്ടുണ്ട്, എനിക്ക് എന്താണ് ഈ പണം എറിഞ്ഞ് പണം നേടുക എന്നൊരു പരിപാടി അതുപോലെയുണ്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്താണ് ഇവിടെ റിട്ടേൺ വരാൻ പോകുന്നത് എന്ന് വളരെ അക്ഷമയോടെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ 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 പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? മഴ വന്ന വഴി പോയി. അങ്ങനെ ഭൂമിക്കൊരു സുഖം ഉണ്ടാവും, തണുപ്പ്, അല്ലേ? ഭഗവാനെ, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഒരു കാർഡ്, 2 കാർഡ് മറിഞ്ഞ പോലെ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇപ്പോൾ ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട്, മനസ്സിലായി? വളരെ ആകാംക്ഷയോടെ, വളരെ ഒരു എന്തോ ഒരു കാര്യത്തിനായിട്ട് ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ സാധാരണ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ സെറ്റിൽഡ് ആകുമ്പോൾ എക്സൈറ്റ്മെന്റ് ഇല്ല, കാലത്ത് എഴുന്നേൽക്കുമ്പോൾ നോർമലായിട്ട്. പക്ഷെ പുതിയൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആദ്യം മൊബൈൽ ചെക്ക് ചെയ്യും, മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ, ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യലാണ് പിന്നെ. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഈ പേഴ്സണൽ ലൈഫ് ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, മനസ്സിലായോ? അപ്പോൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഈ പേഴ്സൺ വെയിറ്റിങ്ങിലാണ്, അവിടെ നിന്നൊരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പക്ഷെ കമ്മിറ്റ്മെന്റ് ഒന്നും ഈ പേഴ്സൺ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, കിട്ടണമെന്നും ഇല്ല, കമ്മിറ്റ്മെന്റ് ഒന്നും വേണമെന്നില്ല. പക്ഷെ ഈ പേഴ്സൺ ആ സിറ്റുവേഷനെ ഡോമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഡോമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ ഒരാളോട് റിലേഷൻഷിപ്പ് വെക്കുമ്പോൾ ഈ പേഴ്സന്റെ സമയത്തിനനുസരിച്ച് വേണം അവരുടെ സമയവും ക്രമീകരിക്കാൻ. അപ്പം ഭയങ്കര കൺട്രോളിങ് ആയ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ അക്വയറീസ് ഉണ്ട്, ഏരീസ് ഉണ്ട്, അടിപൊളി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ്? തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ? തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഇവരോട് നിങ്ങളുടെ പേഴ്സണ് അത്ര വലിയ റെസ്പെക്റ്റ് ഒന്നുമില്ല കേട്ടോ. ഇവർ ചിലപ്പോൾ ഭയങ്കര പൈസയൊക്കെ ഉള്ള ഒരാളായിരിക്കും തേർഡ് പാർട്ടി. ചിലപ്പോൾ വിവാഹിതയോ വിവാഹിതനോ ആയിരിക്കാം. പൊതുവെ എന്താ പറയുക, തേർഡ് പാർട്ടി കണക്ഷൻസ്, പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആളുകൾ തമ്മിൽ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ വരുമ്പോൾ അവിടെ റെസ്പെക്റ്റ് കുറവായിരിക്കും. കാരണം രണ്ടുപേരുടെയും മനസ്സിൽ അവർ വിചാരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല, രണ്ടുപേരുടെയും മനസ്സിൽ അവരുടെ ഭർത്താവിനെയോ അവരുടെ ഭാര്യയോ ചതിച്ചിട്ടാണല്ലോ, വഞ്ചിച്ചിട്ടാണല്ലോ ഈ പേഴ്സൺ എന്നോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവരോട് നുണ പറഞ്ഞിട്ടായിരിക്കുമല്ലോ എന്നൊരു ചിന്ത ഉണ്ടാവും, മനസ്സിലായോ? അപ്പം 90% ആണുങ്ങളും അവരുടെ ഭാര്യമാര് ഭയങ്കര നല്ലതാണ് എന്നൊരു വിശ്വാസം അവരുടെ ഭാര്യമാർക്ക് തേർഡ് പാർട്ടി കണക്ഷൻ ഒന്നുമില്ല. പെണ്ണുങ്ങൾ അതിനെക്കുറിച്ച് അങ്ങനെ ബോധവല്ല. ആണുങ്ങൾ പക്ഷേ പൊതുവെ 90% ആണുങ്ങളും അവരുടെ ഭാര്യമാര് വേറെ പരപുരുഷന്മാരായിട്ട് ബന്ധങ്ങളില്ലാത്തവരാണ്, വളരെ നല്ല സ്ത്രീകളാണ് എന്നൊരു വിശ്വാസത്തിലിരിക്കുന്നവരാണ്. അവര് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ അവരോട് റിലേഷൻഷിപ്പ് വെക്കുന്ന സ്ത്രീകളോട് അവർക്ക് പുച്ഛമായിരിക്കും, ഒരു റെസ്പെക്റ്റും ഉണ്ടാവില്ല, വിലയും ഉണ്ടാവില്ല. പക്ഷെ അവര് വെറുതെ അഭിനയിക്കും, ഭയങ്കര കാര്യമാണ് അത്. പക്ഷെ അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നു കഴിയുമ്പോഴാണ് അവർക്ക് ശരിക്കുള്ള സ്വഭാവം പുറത്തു വരിക. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്, അവരോട് ഒരു റെസ്പെക്റ്റ് ഒന്നുമില്ല.
അവർ കൂടുതൽ അങ്ങോട്ട് കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുമ്പോൾ ഈ പേഴ്സൺ റെസിസ്റ്റ് ചെയ്യും. മനസ്സിലാവുണ്ടോ? അങ്ങനത്തെ ഈ പേഴ്സണ് കൺട്രോൾ ചെയ്യണം. അതുപോലെ വിട്ടൊന്നും പറയില്ല. ഇപ്പൊ നിങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യില്ല, നിങ്ങളുടെ ഫാമിലി കാര്യങ്ങളൊന്നും തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഡിസ്കസ് ചെയ്യില്ല കേട്ടോ. അപ്പൊ ഇവിടെ സ്നേഹവുമില്ല, റെസ്പെക്റ്റും ഇല്ല, അല്ലാതെ ഒരു തരം റിലേഷൻഷിപ്പാണ്. പക്ഷെ തേർഡ് പാർട്ടിയോട് സ്നേഹം അഭിനയിക്കും ഈ പേഴ്സൺ. കാരണം പൈസ പിടുങ്ങാൻ വേണ്ടിയിട്ടാണെന്നാണ് കാണിക്കുന്നത്. പൈസയാണ് ഉദ്ദേശം. അതുപോലെ ഈ പേഴ്സൺ ഇമോഷൻസ് ഒന്നും ഇല്ലാത്തൊരു എനർജിയാണ്. അപ്പം ഈ പേഴ്സൺ ഹൃദയം കൊണ്ടല്ല, തല കൊണ്ടാണ് ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ മൈൻഡ് കൊണ്ടാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. വളരെ സ്ട്രോങ് ആയ ഒരു എനർജിയാണിത്. ലിയോ ഉണ്ട് ഇവിടെ, പിന്നെ ടോറസ് ലിബ്രയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയോടുള്ള ഉദ്ദേശം, ഇവിടെ പണത്തിന്റെ കാര്യം കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയോടുള്ള ഉദ്ദേശം എന്താണ്? മാരീഡ് ആണ്, നിങ്ങളോടുള്ള വൈരാഗ്യമാണ് ഇവിടെ. നിങ്ങളോടൊരു പാസ്റ്റിൽ എന്തോ കല്യാണം, ചിലപ്പോൾ നിങ്ങളുടെ ലവ് മാരേജ് ആണെങ്കിൽ തന്നെ ആദ്യം നിങ്ങൾ ഈ പേഴ്സണെ വിവാഹം കഴിക്കാൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ പേഴ്സൺ, അപ്പോൾ അതിനുള്ളൊരു പ്രതികാരം കൂടെയാണ് ഈ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയോട് ഉള്ള റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളോടുള്ളൊരു പ്രതികാരം കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഉപേക്ഷിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ കുറച്ച് വേദനിപ്പിക്കണമെന്നൊരു ഉദ്ദേശമുണ്ട്. അതല്ലാതെ നിങ്ങൾ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയുടെ കൂടെ പോകണമെന്നൊന്നുമില്ല. മനസ്സിലായി? നിങ്ങളോടുള്ള ഒരു വൈരാഗ്യ ചിന്തയും ഈ പേഴ്സന്റെ മനസ്സിലുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയോട് കൂടി ഒരു റിലേഷൻഷിപ്പ് തുടങ്ങണം എന്നുണ്ട്. അത് പക്ഷേ വെറും ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പാണ്. അല്ലാതെ അവർക്ക് കമ്മിറ്റ്മെന്റ് കൊടുക്കാനോ അവരോട് എന്താ പറയുക, അവരോട് സ്നേഹം കാണിക്കാനോ ഒന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയക് സൈൻ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഉദ്ദേശം ഇത് തന്നെയാണ്. ചിലപ്പോൾ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ സംസാരിക്കാൻ ആള്, അത്രയേ ഉള്ളൂ. റിസ്ക് കൂടുതൽ, നമ്മൾ മീറ്റ് ചെയ്യുക, പുറത്ത് പോവുക എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ റിസ്ക് ആണ്. അതല്ല, ചിലർ സംസാരം വെറുതെ ഒന്ന് ടൈം പാസിന് സംസാരിക്കാൻ ഒരാള്, അതുകൊണ്ട് ചിലർക്ക് ഉദ്ദേശിക്കണം. അപ്പൊ അതുപോലെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്? ഓ, കൊള്ളാം. അപ്പോൾ തേർഡ് പാർട്ടിയോട് ഒരു സമയം കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒരു സമയം ഉദ്ദേശിക്കുന്നത്, കാരണം ക്ഷമ നശിക്കും ഈ പേഴ്സന്റെ. അത് കഴിഞ്ഞാൽ പേഴ്സൺ പിന്നെ വേണ്ട തേർഡ് പാർട്ടി വന്നാലും കുഴപ്പമില്ല, വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പേഴ്സൺ. അതിന്റെ പുറകെ നടക്കാൻ വയ്യ. അപ്പോൾ ഈ പേഴ്സൺ തേർഡ് പാർട്ടി ഉപേക്ഷിക്കും കുറച്ച് കഴിയുമ്പോൾ. കാരണം തേർഡ് പാർട്ടി റെസ്പോണ്ട് ചെയ്യാനായിട്ട് കുറേ സമയം വേണ്ടി വരും. അവർക്ക് ചിലപ്പോൾ കമ്മിറ്റ്മെന്റ് വേണമായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റ്മെന്റ് കൊടുക്കില്ല. ചിലപ്പോൾ അവർക്ക് പേടിയായിരിക്കും റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട്. അപ്പോൾ ഈ പേഴ്സണോട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞപ്പോൾ ഈ പേഴ്സൺ വെയിറ്റ് ചെയ്ത് അവസാനം ഈ പേഴ്സണ് മനസ്സിലായി ക്ഷമ നശിക്കും. അപ്പോൾ ഈ പേഴ്സൺ അത് വേണ്ടത്, കാരണം അതൊരു ഭാരമായിട്ട് വരും. ഈ പേഴ്സൺ, നമ്മളെ പുറകെ നടക്കുന്നവരെ നമുക്ക് വിലയില്ല അല്ലേ? നമുക്ക് അവർക്ക് വേണ്ടി സമയം വേസ്റ്റ് ചെയ്യണ്ട. പക്ഷെ നമ്മൾ ഒരാളുടെ പുറകെ നടക്കുമ്പോഴും നമ്മൾ നമ്മളുടെ സമയം വേസ്റ്റ് ചെയ്യാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ബോധമുണ്ട്, ഇത് ഒരു കമ്മിറ്റ്മെന്റിന് വേണ്ടിയല്ല, ഒരു വിവാഹത്തിന് വേണ്ടിയില്ലെങ്കിൽ എന്തിനാ വേസ്റ്റ് ചെയ്യണ സമയം, പോട്ടെ എന്ന് പറയും. അതാണ് നിങ്ങളുടെ പേഴ്സൺ. ഇതൊരു ഭാരമായിട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കൂളായിട്ട് ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കും തേർഡ് പാർട്ടി ആയിട്ട്. അതിന് ഒരു മടിയും കാണിക്കില്ല എന്നാണ് പറയുന്നത്. അത് ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടെ കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇതാണ് സോഡിയാക് സൈൻ. ഞാൻ പറഞ്ഞു തരാം. എന്തോ ഒരു സൗണ്ട് കേട്ടു ക്യാമറയിൽ നിന്ന്, എന്താണോ ഓഫായിട്ടൊന്നുമില്ല എന്നാലും. ഓക്കെ, ടോറസ്, ലീബ്ര, ലിയോ, ഏരീസ്, അക്വാരിയസ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്. ഇനി ഞാൻ മൂന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണത്. തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് ആണ് നമ്മൾ ഈ നോക്കുന്നത്. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. എന്താണ് ഫീലിങ്സ്, എന്താണ് അവരുമായിട്ടുള്ള ഉദ്ദേശം, ഇതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഭഗവാനെ, ഓം നമഃ ശിവായ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ.
ഒരു ഷഫിളും കൂടെ ചെയ്തിട്ട് നമുക്ക് കാർഡ്സ് എടുക്കാം. ഭഗവാനെ ഭഗവാനെ ഓക്കെ, ഈ 4 കാർഡ്സാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാർഡ് ടോക്സിഫിക്കേഷൻ, ടോക്സിക് സിറ്റുവേഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് നമ്മളൊരാളെ സഹായിക്കുമ്പോൾ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. കർമ്മം ചെയ്യുന്നതിൻ്റെ ഫലം ദൈവമാണ് തരുന്നതെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാർഡ് ടോക്സിക് ആണ്, നിങ്ങളിപ്പോൾ ഉള്ള സിറ്റുവേഷൻ വളരെ ടോക്സിക് ആണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശാന്തതയുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ ഉള്ളതാണ്, പക്ഷെ ഇപ്പം തൽക്കാലത്തേക്ക് ഒരു ശാന്തതയുണ്ടെങ്കിൽ ആ ശാന്തത നിങ്ങൾ വിശ്വസിക്കണ്ട, ഇനിയും പ്രശ്നങ്ങൾ വരാനുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഫ്ലൈയിങ് ഹനുമാൻ, നിങ്ങളൊരു ദീർഘയാത്രയ്ക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അത് ചിലപ്പോൾ സ്പിരിച്വൽ ആയിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു യാത്രയായിരിക്കാം, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടുന്ന ഒരു യാത്രയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ട്രാൻസ്ഫർ കിട്ടുകയോ നിങ്ങൾ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ യാത്ര ചെയ്യുന്ന ഒരു ദീർഘയാത്രയ്ക്ക് ഒരു ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും കാർഡ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൺ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഒരു തീരുമാനം എടുത്തിട്ടില്ല, അതെന്ത് ചെയ്യണമെന്നുള്ള തീരുമാനം എടുത്തിട്ടില്ല, അതിനെ അവഗണിക്കുന്നുമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഇപ്പം തീരുമാനം എടുത്തിട്ടില്ല അതിനെക്കുറിച്ച് ഒരു കാര്യം. അപ്പോൾ ഇതൊരു പുതിയ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇതിനെ ഈ പേഴ്സൺ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് എന്താണ് ഗുണം, ഇതുകൊണ്ട് എനിക്ക് ചിലർക്ക് സംസാരിക്കാൻ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇൻ്റലക്ച്വൽ ആയിട്ട്. അപ്പോൾ ഭാര്യയുമായിട്ടും ഭർത്താവുമായിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുന്നില്ലെങ്കിൽ അവർ ചിലപ്പോൾ ഓഫീസിലുള്ളവരോടോ ഇവരുടെ സെയിം മെൻറ്റാലിറ്റി ഉള്ള ആളുകളോട് ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ ആഗ്രഹിക്കും. മനസ്സിലായി? അങ്ങനത്തെ ഒരു ഇതാണ് കാണിക്കുന്നത്. വെർഗോ പൈസസ് ആണത്. അതുപോലെ തന്നെ ഹെയർ ഓഫ് ആൻഡ് റിവേഴ്സ് ആണ്. അടിപൊളി. ഇത് ഹസ്ബൻഡ് വൈഫാണത്. അപ്പോൾ ഈ പേഴ്സൺ ഒരു പ്രത്യേക വിശ്വാസം ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും ഇതിനെതിരായിട്ട് സംസാരിക്കാനും അവരോട് സംസാരിക്കാനും അതിൽ നിന്ന് നോളജ് കിട്ടാനും ഒക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ മൂവ് ചെയ്യുന്ന ഗ്രൂപ്പ്, നിങ്ങളുടെ ഫാമിലി എല്ലാം ഒരേപോലെ ചിന്തിക്കുന്നവരാണ്, ഒരേ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഈ ഹെയർ ഓഫ് ആൻഡ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഡിവോഴ്സും കൂടെ വരും കേട്ടോ. അത് പക്ഷെ നിങ്ങളുടെ സിറ്റുവേഷനിൽ അത്രയും ആവുന്നില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത് ഒന്ന് വിശ്വാസങ്ങളെ, ഇപ്പോഴുള്ള വിശ്വാസങ്ങളെ തഴഞ്ഞിട്ട് പുതിയൊരു വിശ്വാസം ആക്സെപ്റ്റ് ചെയ്യുക. അത് ചിലപ്പോൾ തേർഡ് പാർട്ടി കാരണമായിരിക്കാം അല്ലേ. അതുപോലെ തന്നെ ഒരു ഡിവോഴ്സിൻ്റെ ഇതും കൂടെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജ് ബ്രേക്ക് ആവുന്നതുമായിട്ടും കാണിക്കുന്നുണ്ട് ഇവിടെ. ഇത് ടോറസ്, വെർഗോ, പൈസസ് ആണിത് കേട്ടോ. ഇത്രയും സോഡിയക് സൈൻ ആണ് അവിടെ വന്നിരിക്കുന്നത്. കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഭഗവാനെ? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഭഗവാനെ? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഹാപ്പിയാണ്, ഭയങ്കരം. എന്തൊക്കെയോ നേടി എടുത്തതുപോലത്തെ ഒരു ചിന്തയാണ് ഈ പേഴ്സണിൻ്റെ മനസ്സിൽ. ഒരു വളരെ പാഷനറ്റ് ആണ് ഈ സിറ്റുവേഷനോട്, വളരെയധികം ഈഗോയും ഉണ്ട്. മനസ്സിലായോ? എന്തോ ഒരു പബ്ലിക് റെക്കഗ്നിഷൻ പോലെ എന്തൊക്കെയോ നേടിയെടുത്ത പോലത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. വളരെയധികം പാഷനറ്റ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു ഡിലേ ഉണ്ടെങ്കിൽ അതിൽ ഭയങ്കര അക്ഷമയുള്ള ഒരു എനർജിയാണ്. എത്രയും പെട്ടെന്ന് കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന, അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ലിയോ സോഡിയാക് സൈൻ, ഇത് മൊത്തം വാൺസ് ആണ്, ഫയർ സൈൻ ആണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഇത് മൊത്തത്തിൽ പോരാതെ സ്ട്രോങ് ആയിട്ട് ലിയോവും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ലിയോ സോഡിയാക് സൈൻ ആയിരിക്കാം, അല്ലായിരിക്കാം. ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് ലിയോ നിങ്ങളുടെ പേഴ്സണിൻ്റെ ബർത്ത് ചാർട്ടിൽ ഉണ്ടാവണം. എന്തായാലും വളരെ സ്ട്രോങ് ആയ
ആഗ്രഹിക്കുന്ന കുറച്ച് വളരെ ഞാൻ പറയില്ല, കുറച്ച് സെൽഫിഷ് ആയ ഒരു എനർജിയാണ്. സ്വന്തം കാര്യം ചിന്താബാദ്. ഓക്കെ, എന്താണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഈ നിമിഷം തേർഡ് പാർട്ടിയോടുള്ള പാഷനാണ്. ഈ പേഴ്സണ് ഭയങ്കര ഈഗോ ഉള്ള ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആരോടും അങ്ങനെ, ഈ പേഴ്സണിനെ ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചാൽ ഞാൻ പ്രീതിപ്പെട്ടിട്ടില്ല, എന്നെ ഇതൊന്നും എഫക്ട് ചെയ്യുന്നില്ല എന്ന് കാണിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പൊ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എങ്ങനെ? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് പുറമെ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയോട് വലിയ ഇതൊന്നും കാണിക്കുന്നില്ല. സ്നേഹമാണോ, ഓക്കെ, അങ്ങനെ, അയ്യോ എനിക്ക് ഈ ചേട്ടനെ ഭയങ്കര, അല്ലെങ്കിൽ ചേച്ചിയെ ഭയങ്കര, കുട്ടിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാന്ന് പറയുമ്പോൾ ആണോ, ഞാനിത് എത്ര കേട്ട് നിന്ന് അഭിനയിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. പക്ഷെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് ഭയങ്കര സ്നേഹമാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. അപ്പൊ ആ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണം. നമ്മൾ കൂടി അതിനകത്ത് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമ്മളും എന്തെങ്കിലുമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതിനകത്ത്. പക്ഷെ നമ്മളുടെ പുറകെ ഒരാൾ നടക്കുക എന്ന് പറഞ്ഞാൽ രസമുള്ള പരിപാടിയാണെന്ന് വെച്ചാൽ ആ പേഴ്സൺ നടന്നോളും, കാര്യങ്ങൾ ആ പേഴ്സൺ ചെയ്തോളും, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. നമുക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ ഉടനെ ഫുഡ് എത്തിച്ചേരുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നതും നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ മറ്റുള്ളവർ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യുന്ന ഒരു എനർജിയും കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. കാരണം ഈ സ്മഗ്നസ് ഇതാണ് എന്ന് വെച്ചാൽ ഭയങ്കര അഹങ്കാരിയാണ്. ഇവിടെ 2 കാർഡ്സ് ഭയങ്കര അഹങ്കാരിയായിട്ടുള്ള, ഒട്ടും ക്ഷമയില്ലാത്ത ഒരു എനർജിയെ കാണിക്കുന്നുണ്ട്. ഒരു മറ്റുള്ളവരുടെ വികാരങ്ങൾക്കൊന്നും ഒരു വില കൊടുക്കാത്ത, ഒരു ഫീലിങ്സ് ഒന്നും ഒരു വില കൊടുക്കാത്ത ഒരു എനർജിയാണ്. എന്താണ് ഈ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഉദ്ദേശിക്കുന്നത്? വീൽ ഓഫ് ഫോർച്യൂൺ, ഓക്കെ, കിങ് ഓഫ് പെന്റക്കിൾസ്, എല്ലാം പോസിറ്റീവ് ആണ്. ഓക്കെ, ഈ പേഴ്സണ് കുറെ പണനഷ്ടവും കുറെ ബാഡ് ലക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു അവസാനമാണ് ഈ തേർഡ് പാർട്ടിയെ കൊണ്ട് ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ പേഴ്സന്റെ വിശ്വാസങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഈ പേഴ്സൺ ഒരു ബിലീഫിന്റെ പുറകെ ജീവിച്ച്, ഒരു ബിലീഫ് എന്ന് പറഞ്ഞാൽ വിശ്വാസം, ഒരു ഫെയ്ത്തിന്റെ പുറകെ ജീവിച്ചിട്ട് ആ പേഴ്സണ് നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഫെയ്ത്തിനെ അടിയറ വെച്ചിട്ട് പുതിയൊരു ഫെയ്ത്ത്, ഒരു കൺവേർഷൻ, ഒരു ദൈവത്തിനെ വിശ്വസിച്ചിട്ട്, ഒരു വേ ഓഫ് റിലിജനിൽ വിശ്വസിച്ചിട്ട് അതിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വേറൊരു റിലിജനിലേക്ക് പോകുന്ന പോലെയാണ് കാണിക്കുന്നത് ഇവിടെ. അപ്പൊ ഈ പേഴ്സണ് തേർഡ് പാർട്ടി ഒരു വഴികാട്ടിയാകുമെന്ന് ഈ പേഴ്സണ് ചിന്തയുണ്ട്. കാരണം ഈ പേഴ്സണ് ഗുഡ് ലക്ക് ഉണ്ടായിട്ടില്ല, ഭയങ്കര ബാഡ് ലക്ക് ആയിരുന്നു ഇതുവരെ. പണനഷ്ടം എല്ലാം ഉണ്ടായി, ചതി വഞ്ചന എല്ലാം കൂടെ പോയതാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പൊ ഇതിൽ നിന്നല്ല ഒരു എന്താ ഞാൻ പറഞ്ഞ കര കയറാനുള്ള ഒരു വഴി തേർഡ് പാർട്ടി കാണിച്ചു കൊടുക്കും എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നത്. വെർഗോ സോഡിയാക് സൈൻ ആണ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. അതാണ് തേർഡ് പാർട്ടിയെ കൊണ്ടുള്ള ഉദ്ദേശം ഈ പേഴ്സന്റെ. ഇവിടെ സ്നേഹമല്ല, ഒരു എന്താ പറയാ, ഒരു വഴികാട്ടിയായിട്ടാണ് തേർഡ് പാർട്ടിയെ കാണുന്നത് കേട്ടോ. ഒരു സ്നേഹബന്ധമല്ല ഇത് കരകയറാൻ വേണ്ടിയിട്ട് ഒരു കച്ചിത്തുരുമ്പ് പോലെയാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ. എന്ത് ആക്ഷനാണ് എടുക്കുക നിങ്ങളുടെ പേഴ്സൺ? ഓൾറെഡി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു അതുകൊണ്ടാണ് ഇവിടെ ഡിവോഴ്സ് കാണിച്ചത്. സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു വഴി കാണുന്നുണ്ട് ഇവിടെ, ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഈ പേഴ്സൺ വേണ്ടാന്ന് വെക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്നിട്ട് പുതിയൊരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ, പുതിയൊരു ജീവിതം തുടങ്ങാൻ. തേർഡ് പാർട്ടിയോടുമായിട്ട് റിലേഷൻഷിപ്പ് അല്ല, ചിലപ്പോൾ ആ ഒരു റിലീജിയനിലേക്ക് പോകുമ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ വേണ്ടാന്ന് വെക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മനസ്സിലായോ? കാരണം എൻ്റെ ജീവിതം ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ ബെറ്റർ ആവുകയാണെങ്കിൽ ഞാൻ ആ റിലേഷൻഷിപ്പിലേക്ക് പോകും, ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകും എന്നൊരു മനസ്സ് നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യം വളരെ സ്വാർത്ഥതയുള്ള ഒരു എനർജിയാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു ഭൂകമ്പം വരികയാണ്. ഭൂകമ്പം വരുമ്പോൾ നമ്മളുടെ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരെയൊക്കെ എത്തിപ്പിടിക്കും. എവിടെയാണ് എല്ലാവരും ചേർത്ത് പിടിക്കാൻ നോക്കും. ചിലരങ്ങനെയല്ല, ആദ്യം ഓടിക്കളയും. അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ പേഴ്സൺ. പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ, പക്ഷേ ഈ പേഴ്സൺ ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായി? ഈ പേഴ്സണ് രണ്ടാമത് ജീവിതം തിരിച്ചു പിടിക്കണം, പോയതെല്ലാം തിരിച്ച് നേടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ, തേർഡ് പാർട്ടിയുടെ റിലിജനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ
അതെല്ലാം ഞാൻ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ, സമർപ്പിച്ചു കഴിഞ്ഞാൽ, എന്നെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും എന്ന് ഈ പേഴ്സണെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട് തേർഡ് പാർട്ടി. അതിൻ്റെ പുറകെയാണ് നിങ്ങളുടെ പേഴ്സൺ നടക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാവും. ഓക്കെ, അതാണ് കാര്യം. പൈസീസ്, ജെമിനായി, വെർഗോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ എന്നും കാണുന്നുണ്ട്. പിന്നെ ലിയോ ആണ് കാണുന്നത്. പിന്നെ ടോറസ്, വെർഗോ, ലീബ്ര, ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിങ് ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങളുടെ എല്ലാത്തരം സപ്പോർട്ടിനും വളരെയധികം നന്ദി. ഭഗവാൻ നമുക്ക് എല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും സംതൃപ്തിയും അനുഗ്രഹിച്ച് തരാൻ ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. ന്യൂസ് കാണുമ്പോൾ പേടിയാവും അല്ലേ? അതുകൊണ്ട് ഞാനിപ്പോൾ നെഗറ്റീവ് ന്യൂസ് കാണാറില്ല. യൂട്യൂബിൽ ഇടയ്ക്ക് കണ്ടാലും ഓടിച്ചുവിടും, നോക്കാറില്ല അധികം. അപ്പം ഭയങ്കര പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ, ലോകത്ത് മുഴുവനും. പക്ഷെ നമ്മളുടെ നാടല്ലേ നമ്മൾ നോക്കേണ്ടത്. എന്തായാലും ഇപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.